Diameter of a football is 5 times the diameter of a cricket ball. Ratio of surface areas of football and cricket ball is. ഇതും സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് ക്ലാസ് 9th സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ ഡയാമീറ്റർ ഓഫ് എ ഫുട്ബോൾ ഈസ് 5 times ദ ഡയാമീറ്റർ ഓഫ് എ ക്രിക്കറ്റ് ബോൾ എന്ന് തന്നിട്ടുണ്ട്. റേഷ്യോ ഓഫ് സർഫസ് ഏരിയാസ് ഓഫ് ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ബോളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആക്ച്വലി ഡയാമീറ്റർ എന്ന് പറയുന്നത് 2r ആണ്. സോ റേഡിയസ് എന്ന് പറയുന്നത് r ആണ്. ഇവിടെ നമുക്ക് റേഡിയസ് ഓഫ് ഫുട്ബോൾ r എന്നും റേഡിയസ് ഓഫ് ക്രിക്കറ്റ് ബോളിൻ്റെത് r ഡാഷ് എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഡയാമീറ്റർ ഓഫ് അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ എന്താ, ഡയാമീറ്റർ ഓഫ് എ ഫുട്ബോൾ ഈസ് 5 times ദ ഡയാമീറ്റർ ഓഫ് എ ക്രിക്കറ്റ് ബോൾ എന്നാണ്. സോ ഡയാമീറ്റർ ഓഫ് എ ഫുട്ബോൾ എന്ന് പറയുന്നത് 2r ഈക്വൽ ടു 5 ഇൻറ്റു ഡയാമീറ്റർ ഓഫ് ക്രിക്കറ്റ് ബോൾ, 5 ഇൻറ്റു 2r ഡാഷ്. ഇനി 2r ഡിവൈഡഡ് ബൈ 2r ഡാഷ് ഈക്വൽ ടു 5, ദെൻ 2 ക്യാൻസൽ ആയി പോകുമ്പോൾ r ബൈ r ഡാഷ് ഈക്വൽ ടു 5, 5 ഡിവൈഡഡ് ബൈ 1 എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ ഓഫ് സർഫസ് ഏരിയാസ് ഓഫ് ഫുട്ബോൾ ഡിവൈഡഡ് ആൻഡ് സർഫസ് ഏരിയ ഓഫ് ക്രിക്കറ്റ് ബോൾ എന്നാണ്. ദറ്റ് ഈസ് സർഫസ് ഏരിയ ഓഫ് ഫുട്ബോൾ ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ ഓഫ് ക്രിക്കറ്റ് ബോൾ, ദറ്റ് ഈസ് റേഷ്യോ ഈക്വൽ ടു 4πr² ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു r ഡാഷ് ദ ഹോൾ സ്ക്വയർ. സോ r ബൈ r ഡാഷ് ഇത് ക്യാൻസലായി പോകും. സോ r ബൈ r ഡാഷ് ദ ഹോൾ സ്ക്വയർ എന്നാവും. r ബൈ r ഡാഷ് എന്ന് പറയുന്നത് 5 ആണ്. സോ 5 സ്ക്വയർ. ഇപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 5നെ നമുക്ക് 5/1 എന്ന് എഴുതാം. സോ 25:1 is the ratio of this question. Okay.